മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി അടക്കി വാണിരുന്നത് ഭീമന്മാരും അപകടകാരികളുമായിരുന്ന ജീവികളായിരുന്നു. പിന്നീട് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഭൂമിയിൽ വന്ന മാറ്റങ്ങൾ കാരണം അവയിൽ ചിലതിന് വംശനാശം സംഭവിക്കുകയും ചിലത് ഇവല്യൂഷൻ വഴി നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലാവുകയും ചെയ്തു. മനുഷ്യരുണ്ടാകുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ജീവികളുടെ ഫോസിലുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ജീവികളെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. 13,000 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭീമന്മാരായിരുന്നു ജെഫേഴ്സൺ ഗ്രൗണ്ട് സ്ലോത്തുകൾ. നോർത്ത് അമേരിക്കയിൽ കാണപ്പെട്ടിരുന്ന ഇവയ്ക്ക് ഏകദേശം 10 അടിയോളം നീളവും 1000 കിലോയോളം ഭാരവും ഉണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവയ്ക്ക് വംശനാശം സംഭവിക്കാനുള്ള പ്രധാന കാരണം. 9ാമതായി നമ്മുടെ വീഡിയോയിലുള്ളത് മെഗാന്യൂറോപ്സിസ് പെർമിയാന എന്ന ഭീമൻ തുമ്പികളാണ്. ഏകദേശം 290 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പെർമിയൻ കാലഘട്ടത്തിലായിരുന്നു ഇവ ജീവിച്ചിരുന്നത്. 330 മില്ലിമീറ്റർ നീളമുള്ള ചിറകുകളായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. ഏകദേശം 430 മില്ലിമീറ്റർ നീളമുള്ള ഈ തുമ്പികളാണ് ലോകത്തിൽ ഇന്നേ വരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻസെക്റ്റുകൾ. കാലാവസ്ഥാ വ്യതിയാനവും പക്ഷികളുടെ വരവും ഒക്കെ കൊണ്ട് വംശനാശം സംഭവിച്ച ഈ ജീവികളുടെ ഫോസിലുകൾ ആദ്യമായി കണ്ടെത്തുന്നത് US നിന്നുമാണ്. ഇന്ന് നമ്മൾ കാണുന്ന അട്ടകളുടെ മുതുമുത്തച്ഛന്മാരാണ് ആർത്രോപ്ലൂറകൾ. ഏകദേശം 345 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവയെ കരയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആർത്രോപോഡായാണ് കണക്കാക്കുന്നത്. 2.5 മീറ്ററിലധികം നീളമുണ്ടായിരുന്ന ഇവയുടെ വലിപ്പ കൂടുതലിന്റെ പ്രധാന കാരണം ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ഉയർന്ന ഓക്സിജന്റെ അളവായിരുന്നു. റെപ്റ്റൈലുകളുടെ കടന്നുകയറ്റവും ഇവയുടെ ആവാസ വ്യവസ്ഥ നശിച്ചതുമാണ് ഇവയ്ക്ക് വംശനാശം സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഒരു ബീച്ചിൽ നിന്നാണ് ഇവയുടെ ഫോസിൽ കണ്ടെത്തുന്നത്. 7ാമതായി നമ്മുടെ വീഡിയോയിൽ വരുന്നത് ഹാഗർമാൻ ഹോഴ്സ് ആണ്. അമേരിക്കൻ സീബ്ര എന്നും അറിയപ്പെടുന്ന ഇവ നോർത്ത് അമേരിക്കയിലാണ് ജീവിച്ചിരുന്നത്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവ നമ്മൾ ഇന്ന് കാണുന്ന കുതിരകളുടെ പൂർവികരായിരുന്നു. ഏകദേശം 385 കിലോഗ്രാം ഭാരവും 110 മുതൽ 145 സെന്റിമീറ്റർ ഉയരവും ഇവയ്ക്കുണ്ടായിരുന്നു. 6ാമതായി നമ്മുടെ വീഡിയോയിലുള്ളത് പ്ലാറ്റിബെലഡോൺ എന്ന മൃഗമാണ്. കാണാൻ തുമ്പിക്കൈ ഇല്ലാത്ത ആനകളെ പോലെ തോന്നിക്കുന്ന ഈ ജീവികൾ ആനയുടെ പൂർവികരായിട്ട് വരും. സസ്യബുക്കുകളായിരുന്ന ഈ ജീവികൾ ഏകദേശം 23.7 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ജീവിച്ചിരുന്നത്. ഇന്നത്തെ ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഈ ജീവികൾ ഉണ്ടായിരുന്നത്. ഏകദേശം 2 മുതൽ 3 ടൺ വരെ ഭാരം ഈ ജീവികൾക്കുണ്ടായിരുന്നതായാണ് പറയപ്പെടുന്നത്. നോർത്ത് കോക്കസിൽ നിന്നാണ് ആദ്യമായി ഈ ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തുന്നത്. 40 അടി നീളമുള്ള മുതലകളെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? എന്നാൽ 113 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ഇത്തരമൊരു ജീവി ജീവിച്ചിരുന്നു. സൂപ്പർ ക്രോക്ക് എന്ന് വിളിപ്പേരുള്ള ഇവയുടെ ഭാരം 4300 കിലോഗ്രാമോളമായിരുന്നു. വെള്ളത്തിലൂടെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചിരുന്ന ഇവ ഭീമൻ മീനുകളെ തൊട്ട് ദിനോസറുകളെ വരെ ആക്രമിച്ചിരുന്നു. കാലാവസ്ഥാ മാറ്റം കാരണം ചൂട് കൂടിയതു മൂലമാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. 1966 ടെനേരെ മരുഭൂമിയിൽ നിന്നാണ് ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയത്. ഏകദേശം 19 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭീമൻ ജീവികളായിരുന്നു ഹെൽപിക്. ഏകദേശം 2.1 മീറ്റർ നീളവും 1.8 മീറ്റർ ഉയരവുമായിരുന്നു ഇവയ്ക്കുണ്ടായിരുന്നത്. 1000 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്ന ഇവ മിശ്രബുക്കുകളായിരുന്നു. അടുത്തതായി നമ്മുടെ വീഡിയോയിലുള്ളത് സാബർ ടൂത്ത് ടൈഗർ ആണ്. സ്മൈലഡോൺ എന്നും അറിയപ്പെട്ടിരുന്ന ഇവ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ലോകത്ത് ജീവിച്ചിരുന്നത്. 160 മുതൽ 280 കിലോഗ്രാം വരെ തൂക്കമുണ്ടായിരുന്ന ഇവയ്ക്ക് ഏകദേശം 100 സെന്റിമീറ്ററോളം ഉയരവും 175 സെന്റിമീറ്റർ നീളവും ഉണ്ടായിരുന്നു. ഏകദേശം 7 മുതൽ 8 ഇഞ്ച് വരെ നീളമുള്ള പല്ലുകൾ ഉപയോഗിച്ചായിരുന്നു ഇവ വേട്ടയാടിയിരുന്നത്. ബ്രസീലിൽ നിന്നാണ് ഇവയുടെ ഫോസിലുകൾ ആദ്യമായി കണ്ടെത്തുന്നത്. ഏകദേശം 18 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവിയാണ് ബിയർ ഡോഗ്. പേര് പോലെ തന്നെ ഈ ജീവിയെ കാണാൻ ഒരു കരടിയുടെയും നായയുടെയും രൂപമാണുള്ളത്. ഇവയുടെ ഫോസിലുകൾ ആദ്യമായി കണ്ടെത്തുന്നത് യൂറോപ്പിൽ നിന്നാണ്. പുതിയ മാംസബുക്കുകളുടെ കടന്നുകയറ്റമാണ് ഇവയുടെ വംശനാശത്തിന് കാരണം. വെള്ളത്തിൽ ജീവിച്ചിരുന്ന വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ് ഡംഗ്ലിയോസ്റ്റസ്. ഏകദേശം 35 കോടി വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ജീവി ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പല്ലുകൾ ഇല്ലാതിരുന്ന ഈ ജീവിക്ക് തല മുഴുവനും കവചം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, നോർത്തേൺ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും ഇതിന്റെ ഫോസിലുകൾ കണ്ടെത്തിയത്. വംശനാശം സംഭവിച്ച പല ജീവികളെയും ശാസ്ത്രജ്ഞർ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സൂപ്പർ ക്രോക്ക്, ഹെൽപിക് പോലുള്ള ജീവികളെ ഇത്തരത്തിൽ തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.